നോക്കൌട്ട് ഫോർമാറ്റ് ടൂർണമെന്റ് ആയിട്ടുള്ള യൂണിറ്റി കപ്പ് കളിക്കാൻ ഇന്ത്യക്ക് ക്ഷണം കിട്ടിയതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആ വീഡിയോ അധികാരം കണ്ടു കാണത്തില്ലേ, കാരണം യൂട്യൂബിൽ ആ വീഡിയോയ്ക്ക് വളരെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പം ആ യൂണിറ്റി കപ്പിൽ ഇന്ത്യയുടെ മത്സരത്തിനുള്ള ഫിക്സർ വന്നിട്ടുണ്ട്. മെയ് 27 ആയിരിക്കും ഇന്ത്യയുടെ മത്സരം. ഇന്ത്യയുടെ മത്സരം നടക്കാൻ പോകും മെയ് 27 വൈകുന്നേരം 7:30 ജമൈക്കയ്ക്കെതിരെ ആയിരിക്കും ആ ഒരു മത്സരം. ജമൈക്ക ഇന്ത്യക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ, ജമൈക്ക അത്ര ചെറിയ ടീമൊന്നും അല്ല, വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപിടി താരങ്ങളുള്ള ഒരു കൂട്ടം തന്നെയാണ് ജമൈക്കൻ ഫുട്ബോൾ ടീം. അവരെ ഇന്ത്യ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് ഇന്ത്യക്ക് നേരിട്ട് ഡയറക്റ്റ് ഫൈനൽ കളിക്കാനായിരിക്കും അവസരം ലഭിക്കുക. ആ യൂണിറ്റി കപ്പിൽ ഇന്ത്യക്ക് ഒരു ജയമെങ്കിലും നേടാൻ കഴിഞ്ഞാൽ ഖാലിദ് ജമീൽ എന്ന പുതിയ ഇന്ത്യൻ പരിശീലകൻ പങ്കെടുക്കാൻ പോകുന്ന അടുത്ത ക്വാഡ്രാങ്കിൾ സീരീസിൽ കൂടി കിരീടം നേടാൻ ഇന്ത്യക്ക് കഴിയും. ഖാലിദ് ജമീൽ വന്നതിന് ശേഷം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം കുറച്ചൊക്കെ കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. റയാൻ വില്യംസിനെ പോലെ ഒരു വിദേശ താരം വന്നതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. റയാൻ വില്യംസിൻ്റെ പാത പിന്തുടർന്ന് ഇനിയും കുറേ വിദേശ താരങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ റേഞ്ച് മൊത്തത്തിൽ മാറും.